Hi guys, happy new year. Welcome to my YouTube channel. എല്ലാവർക്കും ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു ബിഗ് ഹായ്. ഇത് ബേസിക്കലി എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്. എവിടെ തുടങ്ങണം എന്ന് വെച്ചാൽ 2018 ആ ഒരു ടൈമിൽ, അതായത് കോവിഡ് പീക്ക് ടൈം, 2018-19 ടൈമിൽ കോവിഡ് എന്ന ബിഗ് ഇൻസിഡൻറ്റ് സംഭവിച്ചപ്പോൾ അത്യാവശ്യം ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് വീഡിയോസിലൊക്കെ അധികം ആക്റ്റീവായിരുന്ന ഞാൻ അന്ന് എന്തുകൊണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ബിഗ് റീസൺ എൻ്റെ മടിയാണ്. ഒരുവിധം എല്ലാവർക്കും ഈ ഒരു ഫീലിംഗ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങണം, പക്ഷേ മെനക്കെട്ട പരിപാടിയാണ്. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും പോലെ ഓഡിയോ ക്ലിപ്പ് ഓൾറെഡി ഉണ്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സിംപ്ലിസിറ്റിയും എളുപ്പവും എന്തായാലും മടിയന്മാർ പോലെ എന്നെപ്പോലത്തെ മടിയന്മാർ അതാ ചൂസ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇൻസ്റ്റാഗ്രാം ടിക്ടോക്കിലൊക്കെ ആക്റ്റീവ് ആവാം. പക്ഷെ പിന്നെയും എവിടെയോ എൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സും ഇൻലോസും എല്ലാവരും എന്നെ ഒരുപാട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിനക്കിഷ്ടമുള്ള പണിയല്ലേ, നിനക്ക് കത്തിയടിക്കാൻ നല്ല താല്പര്യമുള്ളതല്ലേ, ഇന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നെല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തുടങ്ങിയേക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു 2025 ആയിരിക്കും ബെസ്റ്റ് ടൈം. അതായത് ന്യൂ ഇയറിലാണല്ലോ പൊതുവെ എല്ലാവരും ഇങ്ങനത്തെ റെസൊല്യൂഷൻസും ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നല്ലൊരു തുടക്കമാവും എന്ന് വിചാരിച്ച് കൊണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ആദ്യത്തെ വീഡിയോ തന്നെ ഇങ്ങനെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വീഡിയോ നമുക്ക് സിമ്പിൾ ആൻഡ് ലൈറ്റ് ആക്കാം അല്ലേ. ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്നെക്കുറിച്ച്. എൻ്റെ പേര് അനുപമ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 2021 US വന്നത്. ഞാനിപ്പോൾ ഉള്ളത് കിങ് ഓഫ് പ്രഷ്യ പെൻസിൽവേനിയ സ്റ്റേറ്റിലാണ്. ഫിലഡൽഫിയ ആണ് സിറ്റി. ഹസ്ബൻഡിൻ്റെ പേര് നിഖിൽ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. പിന്നെന്താ, എൻ്റെ പ്രൊഫഷൻ ബേസിക്കലി ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. മാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻറ്റൽ സയൻസ് ആൻഡ് ഹോസ്പിറ്റലിലാണ് ഗ്രാജുവേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ ഒരു 1 year വർക്ക് ചെയ്തിട്ട് ഞാനിവിടേക്ക് വന്നു. പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ പാഷൻ ഡാൻസാണ്. പിന്നെ അത്യാവശ്യം ആക്ടിങ്ങും. പിന്നെന്താ, ഇങ്ങനെ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. കത്തിയടിയാണ് മെയിൻ. അതായത് എനിക്ക് ഒരാളെ കിട്ടിയാൽ എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ പണ്ട് തൊട്ടേ എൻ്റെ വീഡിയോസ് തന്നെ ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്ത് കാണുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഒരുവിധം എല്ലാവർക്കും, ചിലവർക്കൊക്കെ ആ ഒരു സ്വഭാവം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ പറയാൻ, അതാ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ അധികം പറയുന്നില്ല. കാരണം ഇനി ഉള്ള വീഡിയോസിൽ അത്യാവശ്യം നല്ല നല്ല കണ്ടന്റ് ഇട്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് കിഡിങ്. പിന്നെ അപ്പം എല്ലാവരും എന്നെപ്പോലെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മിക്കവരും ഫസ്റ്റ് ആവാൻ കാത്തിരിക്കും. എന്നിട്ട് എന്താ പറയുക, നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അത് ചെയ്യണം ഇത് ചെയ്യണം, ഒരു കുറേ ലിസ്റ്റ് ഉണ്ടാക്കും. അതിൽ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ പതുക്കെ അത് കുറഞ്ഞ് ഇയർ അവസാനമാകുമ്പം റെസൊല്യൂഷനും ഇല്ല, പ്ലാനും ഇല്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അതായത് കുറേ വർക്കൗട്ട് സാധനങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് നിന്നതായിരുന്നു. അപ്പോഴാണ് ഈ സ്ഥലത്ത് ഏറ്റവും നല്ല അടിപൊളി ക്ലൈമറ്റായ വിൻ്റർ വന്നത്. നിങ്ങൾക്കിപ്പം എൻ്റെ കോസ്റ്റ്യൂം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഈ ഒരു 4-5 ലെയറും ഗ്ലൗസ് ഇത് ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. കാരണം ഇവിടെ -4 ഡിഗ്രിയാണ്, അത്രയ്ക്കും തണുപ്പാണ്. അപ്പം പിന്നെ എൻ്റെ അടുത്ത വീഡിയോസ് നിങ്ങളെല്ലാവരും കാണണം, അഭ്യർത്ഥിക്കുന്നു. എനിക്ക് മെയിനായിട്ട് വേണ്ടത് സബ്സ്ക്രൈബേഴ്സാണ്. സബ്സ്ക്രൈബേഴ്സും പിന്നെ ഫോളോവേഴ്സും ഒന്നും ഇല്ലാണ്ട് എനിക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് പിന്നെ എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഞാൻ ഒരു ഉറപ്പ് തരാം, ഞാൻ വെറുപ്പിക്കില്ല. ഞാൻ നിങ്ങളെ അടിപൊളി കണ്ടന്റ്സ് കാണിച്ചു തരാം. ഈ US കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും പിന്നെ കുറച്ച് ഡെന്റൽ ഇൻഫർമേഷൻസും കുറച്ച് ഡാൻസ് പരിപാടികളും
ട്യൂട്ടോറിയൽ വീഡിയോസും ഒക്കെ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് കണ്ടൻസ് ഞാൻ ഇറക്കുന്നതായിരിക്കും. പക്ഷെ അതിന് മെയിനായിട്ട് വേണ്ടത് നിങ്ങളെ സപ്പോർട്ടാണ്. സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ എൻ്റെ ഇൻലോസും ഫാമിലിയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ എല്ലാവരും, ഇപ്പം ഇനി മുതൽ നിങ്ങൾ ഓഡിയൻസാണ് എൻ്റെ ഫാമിലി. ഈ യൂട്യൂബ് ഫാമിലി ആയിരിക്കും എൻ്റെ എല്ലാം. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുവിധം എല്ലാവരും പറയുന്ന പോലെ തന്നെ പ്ലീസ് സബ്സ്ക്രൈബ്. Okay then, bye bye, take care, see you on my next video, bye.